മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കോമഡി ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉറപ്പായും പട്ടാഭിഷേകം ഉണ്ടാകും. ജയറാം, ഹരിശ്രീ അശോകൻ, ജഗതി ശ്രീകുമാർ, ഇന്ദ്രൻസ്, കൊച്ചുപ്രേമൻ, കോട്ടയം നസീർ തുടങ്ങിയ ഹാസ്യ രാജാക്കന്മാരുടെ കൂട്ടമായിരുന്നു പട്ടാഭിഷേകത്തിൽ. 1999 പുറത്തിറങ്ങിയ ഈ ചിത്രം 25 വർഷം തികച്ചിരിക്കുകയാണ്. ജയറാം, ഹരിശ്രീ അശോകൻ കോമ്പിനേഷൻ സീനുകൾ അന്ന് തിയേറ്ററുകളിൽ വൻ ഓളം ഉണ്ടാക്കിയിരുന്നു. എങ്ങനെ ഓളം ഉണ്ടാക്കാതിരിക്കുമല്ലേ? വീണ്ടും വീണ്ടും ഓർത്ത് ചിരിക്കുന്നതായിരുന്നില്ലേ അതിലെ ഓരോ കോമഡി സീനുകളും. ദാരിദ്ര്യത്തിലോടുന്ന വിഷ്ണുവിന്റെ ജീവിതത്തിൽ കൂടെ ഓടുന്ന ബെസ്റ്റ് ഫ്രണ്ടാണ് ഭൈരവൻ. ഒപ്പം അപ്രതീക്ഷിതമായി ലക്ഷ്മിക്കുട്ടി എന്ന പിടിയാനയും എത്തുന്നുണ്ട്. പിടിയാനയ്ക്ക് ആനക്കൊമ്പ് ഫിറ്റ് ചെയ്ത് നടക്കിരുത്തിയ ഭൈരവന്റെ അത്ര മാസൊന്നും മലയാള സിനിമയിൽ വേറെ ആരും കാണിച്ചിട്ടില്ല. മലയാളത്തിലെ മറ്റ് ഏത് ഹാസ്യ നായകനുണ്ട് ഇതുപോലെ രാജകീയമായൊരു പാട്ട്? അതെ, അത് തന്നെ, ശംഖും വെൺചാമരവും. ആദി തമ്പുരാൻ പട്ടാഭിഷേകം കാത്തുകിടക്കുമ്പോൾ സ്വപ്നം കാണുന്നതാണ്. സ്വപ്നത്തിൽ പോലും ആക്രാന്തമാണ് തമ്പുരാന്. ആ പാട്ടിൽ ശരിക്കും ജഗതിക്കൊപ്പം പിടിച്ചു നിന്ന ഇന്ദ്രൻസ് ഒരു രക്ഷയുമില്ലാത്ത പാട്ടു സീൻ. ജഗതിക്ക് വേണ്ടി ആ പാട്ടുകൾ പാടിയത് യേശുദാസാണ്. നമ്മളെ കാലങ്ങളായി ചിരിപ്പിക്കുന്ന കിണ്ണം കാച്ചിയ എത്രയോ കോമഡി സീനുകൾ. ചിത്രത്തിൽ നായികയായി എത്തുന്നത് മോഹിനിയാണ്. കൊട്ടാരത്തിലെ ആനവൈദ്യനായി എത്തുന്ന വിഷ്ണു ആള് മാറി പെണ്ണ് കാണുന്നു. പിന്നെ അങ്ങോട്ട് പറയണ്ടല്ലോ, കല്യാണിക്ക് വിഷ്ണുവിനെ കണ്ണിന് നേരെ കണ്ടൂടാ. ആ പക ചതിയായി. ഇവര് തമ്മിലുള്ള തമ്മിലടി പ്രണയമാകുന്നു. ഒടുവിൽ കല്യാണവും. നായിക കഥാപാത്രങ്ങളുടെ അഭിനയ രസചരടുകൾക്കൊപ്പം അധികാരമോഹം പൂണ്ടു നടക്കുന്നവരുടെ ചതിപ്രയോഗങ്ങളും കൂടെയായപ്പോൾ പട്ടാഭിഷേകം അന്നിറങ്ങിയ ചിത്രങ്ങളിൽ സൂപ്പർ ഹിറ്റായി. അനിൽ ബാബു സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ ബിജു തിരുമല എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നത് ബേണി ഇഗ്നേഷ്യസ് ആണ്. ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് രാജൻ കിരിയത്താണ്. അഭിനേതാക്കളെല്ലാം തകർത്തഭിനയിച്ച സിനിമയിൽ പക്ഷെ താരമായത് ലക്ഷ്മിക്കുട്ടി എന്ന പിടിയാനയാണ്. തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത പല രംഗങ്ങളിലും ലക്ഷ്മിക്കുട്ടിയുടെ പ്രകടനത്തിനും പങ്കുണ്ടായിരുന്നു. ഒരു കുലപ്പഴവും മനോരമയും 2 മംഗളവും അകത്താക്കിയ ലക്ഷ്മിയുടെ പരാക്രമങ്ങൾ തിയേറ്ററിൽ ചിരി ആരവമുണ്ടാക്കിയിരുന്നു. പൈൻ്റടിച്ച് സെറ്റാകുന്ന ലക്ഷ്മിക്കുട്ടിയെയും മറക്കാനാകുമോ? ആ ഓട്ട മത്സരവും അങ്ങനെ അങ്ങ് നമ്മുടെ ചിരിയോർമ്മയിൽ നിന്ന് മായുമോ?